അതിനാണ് സഭാപതിജി, താങ്കളിലൂടെ ഈ രാജ്യത്തോടും ജനങ്ങളോടും ഞാൻ ഇത് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. വഖഫ് നിയമത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ ഭേദഗതി കാരണം ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും അധികാരത്തിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല. അത് ഭരണഘടനയുടെ 24 മുതൽ 30 വരെയുള്ള മതസ്വാതന്ത്ര്യത്തിൽ ഒരു തരത്തിലും കൈകടത്തുന്നില്ല. കാരണം സുപ്രീം കോടതിയിൽ വന്ന ഒരു വിധി തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായി ഞാനിവിടെ വായിക്കുന്നു. ബ്രഹ്മചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ആ കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ റൂളിംഗ് നൽകിയിട്ടുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരാധനാലയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന് മേലുള്ള ഇടപെടലുകൾ ഭരണഘടനയുടെ 25 മുതൽ 30 വരെയുള്ള ഒരു വകുപ്പിൻ്റെയും ലംഘനമാകുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ റൂളിംഗ് നൽകിയിട്ടുള്ളതാണ്. ഈ നിയമത്തിൻ്റെ ഭേദഗതി കൊണ്ട് ഞങ്ങൾ ഒരാളുടെയും അവകാശം കവർന്നെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ആരുടെയൊക്കെ അവകാശമാണോ ഇവിടെ നിഷേധിച്ചിരുന്നത് അവർക്ക് സംരക്ഷണം നൽകാനാണ് ഈ ഭേദഗതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവർ നിരന്തരം പറയുന്ന ഈ വാദമുണ്ടല്ലോ, മുസ്ലിം അല്ലാത്ത ഒരാൾ ആ സമിതിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട് എന്ന്. ആ രീതിയിൽ ഒരു നിർബന്ധവും ഈ സർക്കാരിനില്ല സർ. ഞങ്ങൾ പറഞ്ഞത് സെൻട്രൽ വഖഫ് ബോർഡിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡിലാണെങ്കിലും അതാത് സ്ഥലത്തെ ജനപ്രതിനിധി, ലോക്സഭ MP ആ സമിതിയുടെ ഭാഗമായിരിക്കണമെന്നാണ്. ഒരു ജനപ്രതിനിധി എന്നത് ഒരു മതത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന ആളല്ല സർ, ആ മേഖലയിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഞങ്ങൾ പറഞ്ഞത് ആ പ്രദേശത്തെ MP, ലോക്സഭാ പ്രതിനിധി ആ സമിതിയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. അദ്ദേഹം ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ബുദ്ധനായാലും ജൈനനായാലും പാഴ്സിയാണെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ലോക്സഭാ MP ആ സമിതിയുടെ ഭാഗമായിരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാം സർ. സാർ, ഈ സഭയിൽ പ്രതിപക്ഷത്തുള്ള ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, കിരൺ റിജിജു താങ്കൾ മുസ്ലിം അല്ല, അതുകൊണ്ട് ഈ ബില്ലിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന്. ഇത് എന്ത് തരത്തിലുള്ള നീതിയാണ് സാർ? ഈ രാജ്യത്ത് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം ഇങ്ങനെ സംസാരിച്ചാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും സാർ? അതുകൊണ്ട് ഒരു മുസ്ലിമിന് മാത്രമേ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ള ധാരണ വേണ്ട. ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിലുള്ള അഹമ്മദിയരെ പോലുള്ള ആളുകൾക്ക് വേണ്ടി ഈ ബില്ല് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചാരിതാർത്ഥ്യവും സന്തോഷവും അഭിമാനവുമുണ്ട്. സർ, ഈ പുതിയ ഭേദഗതി പ്രകാരം സെൻട്രൽ വഖഫ് ബോർഡായാലും സംസ്ഥാന വഖഫ് ബോർഡായാലും അതിൽ ഇനി കുറഞ്ഞത് 2 മുസ്ലിം വനിതകൾ ഉണ്ടായിരിക്കണം സർ. ആ രീതിയിൽ ഞങ്ങൾ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിന് സഭാപതിജി, അതിൽ മതം കലർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത് ഭരണഘടനാ ലംഘനമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡോ വ്യക്തിയോ പ്രശ്നപരിഹാരത്തിന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ, കോടതിയെ സമീപിക്കണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത്? അതിന് സഭാപതിജി, ഈ നിയമത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഭേദഗതി എന്നത് വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടായാൽ ആ തർക്കം ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം പരിഹരിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. ആ വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധി അന്തിമവുമാണ്. വഖഫ് ട്രിബ്യൂണലോ വഖഫ് ബോർഡോ ആ പരാതി പരിഹരിക്കാതെ കാലങ്ങളോളം വെച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സാർ, പ്രതിപക്ഷം തുടർച്ചയായി ഭരണഘടനാ ലംഘനം എന്ന് പറയുന്നുണ്ട്. സാർ, അവർ കേൾക്കാൻ വേണ്ടി, ഈ രാജ്യം കേൾക്കാൻ വേണ്ടി അങ്ങയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് താഴെയാണ് സാർ. ഒരു നിയമത്തിനും ഭരണഘടനയ്ക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. ഈ രാജ്യത്ത് ഒരു നിയമവും സൂപ്പർ നിയമമായി അംഗീകരിക്കാൻ കഴിയില്ല. സാർ, 1995 ഇവർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി പ്രകാരം അവരുടെ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിലാണ്. കാരണം വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിയെ ചോദ്യം ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ ചലഞ്ച് ചെയ്യാനോ ഈ രാജ്യത്തെ കോടതികൾക്ക് പോലും അധികാരമില്ല സാർ. വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കുന്ന ഒരു വിധി അന്തിമമാണ്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയെ പോലും സമീപിക്കാൻ ഈ രാജ്യത്തെ പൗരനും സ്ഥാപനങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ അതല്ലേ സാർ ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനം? അതുകൊണ്ട് തന്നെയാണ് അതിൽ ഭേദഗതി വരുത്താൻ ഈ സർക്കാർ തീരുമാനിച്ചത്. സാർ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നിയമം ഈ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുമോ സാർ? ഇത് എത്ര കാലം ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതിൽ മാറ്റം വരുത്തേണ്ടതല്ലേ സാർ? സാർ, പലർക്കും ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കാം. 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വരെ ആ ഭൂമി എൻ്റെ ആയിരുന്നു എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഉണ്ടെങ്കിൽ ആ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ കോൺഗ്രസ് വരുത്തിയ ഭേദഗതി പ്രകാരം അങ്ങനെയല്ല സാർ.
ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. എത്ര വർഷം മുമ്പുള്ള ഭൂമിയാണെങ്കിലും അത് വഖഫ് ബോർഡിൻ്റേതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ യാതൊരു തെളിവുകളും വേണ്ട, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ സ്ഥലത്തിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് നൽകുന്നു സാർ. ഇതെന്ത് തരത്തിലുള്ള അനീതിയാണ് സാർ? എന്നു മാത്രമല്ല, വഖഫ് ബോർഡ് ഒരിക്കൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി പിന്നീട് അതിൻ്റെ ഉടമസ്ഥന് വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയില്ല സാർ. അങ്ങനെ ചെയ്യണമെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൽ പോയി അവിടുന്ന് വഖഫ് ബോർഡിൻ്റെ NOC വാങ്ങിയെടുത്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയം ചെയ്യാനോ ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കാനോ കഴിയുകയുള്ളൂ സാർ. ഇതെന്ത് തരത്തിലുള്ള അനീതിയാണ് സാർ? ഈ അനീതി അവസാനിപ്പിക്കേണ്ടതല്ലേ സാർ? ലോ ഓഫ് ലിമിറ്റേഷൻ എന്നതും ഈ രാജ്യത്തെ ഒരു നിയമമാണ് സാർ. സമയക്രമമില്ലാതെ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് 1995 ഈ ഭേദഗതി കോൺഗ്രസ് വഖഫ് ബോർഡിന് സഹായം ചെയ്തു കൊടുത്തു സാർ. ഇത് എങ്ങനെയാണ് സാർ ഒരു രാജ്യത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഒരു ബോർഡിൻ്റെ നിയമം മാത്രം ഈ രാജ്യത്തെ മറ്റൊരു നിയമം കൊണ്ടും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ ബോർഡിൻ്റെ നിയമം മാത്രം മറ്റെല്ലാ നിയമങ്ങൾക്കും അതീതമാണ്. ഇതെങ്ങനെയാണ് സാർ ഒരു രാജ്യത്തിന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഞാൻ ഒരിക്കലും ഈ വിഷയത്തിൽ മതം കലർത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ ഒരു സാധാരണക്കാരന് നമ്മുടെ രാജ്യത്തെ ഒരു നിയമം കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ പൗരന് വേണ്ടി സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? ഈ സഭയും ഇവിടുത്തെ സർക്കാരുമല്ലേ തയ്യാറാകേണ്ടത്? ഇത് ഏത് സംസ്ഥാനമായാലും, തമിഴ്നാടായാലും ഉത്തർപ്രദേശ് ആയാലും ഗുജറാത്ത് ആയാലും കാശ്മീരാണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ വിഷയത്തിൽ ഇടപെടാനാണ് നമ്മൾ ഈ സഭയിലിരിക്കുന്നത്. അതിനാണ് ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ രാജ്യത്ത് അനേകമുണ്ട്. അതിൽ പരിഹാരം കാണണമെന്ന് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും തോന്നേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്? സർ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ ഭൂമി, അയാളുടെ സ്വത്ത് വഖഫായി കൊടുക്കുന്നതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ 2013 ഈ വഖഫ് ആക്റ്റിൽ കോൺഗ്രസ് കൊണ്ടുവന്നൊരു ഭേദഗതിയുണ്ട് സാർ. അത് വളരെ വലിയ അപകടമുള്ളതാണ്. 2013 അവർ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം ആർക്ക് വേണമെങ്കിലും വഖഫിന് ഭൂമിയോ സ്വത്തോ ദാനം ചെയ്യാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവർക്കും. ഏതൊരു വ്യക്തി മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നോ അവർക്ക് അവരുടെ ഭൂമി, അവരുടെ സ്വത്ത് വഖഫിന് കൊടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ മുസ്ലിം മതവിശ്വാസി അല്ലാത്ത ഒരാൾ എന്തിനാണ് അയാളുടെ ഭൂമിയും സ്വത്തും വഖഫിന് കൊടുക്കുന്നത്? അതും മുൻകാല പ്രാബല്യത്തിൽ. ആ രീതിയിൽ 2013 കോൺഗ്രസ് ഈ ബില്ലിൽ കാണിച്ച കൃത്രിമത്വം കാരണമാണ്. അവർ ഈ രീതിയിൽ വഴിവിട്ട നീക്കം നടത്തിയതുകൊണ്ടാണ് 1500 വർഷം പഴക്കമുള്ള ഗ്രാമത്തിൻ്റെയും ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കാനെങ്കിലും വഖഫ് ബോർഡിന് കഴിയുന്നത്. ഈ രീതിയിൽ കോൺഗ്രസ് 2013 വഴിവിട്ട രീതിയിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം അല്ലാത്തൊരു വ്യക്തിക്ക് വഖഫ് ബോർഡിലേക്ക് ഭൂമി ദാനം ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സാർ. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ഞാൻ വിശദീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എത്രത്തോളം വലിയ അപകടമാണ് ഈ രാജ്യത്തിനുണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എനിക്ക് പറയാൻ കഴിയും സാർ. സാർ, ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ വരുത്തിയ ഈ ഭേദഗതി ഞങ്ങൾ പുതുതായി അടിച്ചേൽപ്പിച്ച ഒരു ഭേദഗതിയല്ല. 2013 കോൺഗ്രസ് വഴിവിട്ട രീതിയിൽ വഖഫ് ബോർഡിന് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത ഒരു നിയമം ഞങ്ങൾ മാറ്റി വീണ്ടും പഴയതിലേക്ക് പോവുകയാണ്. അതെങ്ങനെയാണ് സാർ ഭരണഘടനാ ലംഘനമാകുന്നത്? മറ്റൊരു കാര്യം, ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കളക്ടറെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് വളരെ വലിയ പരാതികൾ പ്രതിപക്ഷത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്. കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ അധികാരിയല്ലേ? അയാൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ആളാണോ? ഈ രാജ്യത്തെ ഓരോ ജില്ലയിലെയും റവന്യൂവിൻ്റെ റെക്കോർഡ്സ് പൂർണ്ണമായും കൈവശം വെക്കുന്നത് അതാത് ജില്ലയിലെ കളക്ടർമാരാണ്. പ്രതിപക്ഷം പറയുന്നത് ഈ റവന്യൂ ജോലി കളക്ടർക്ക് കൊടുക്കരുതെന്നാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറയൂ, കളക്ടറുടെ ജോലി എന്താണ്? ഒരു ജില്ലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നത് അതാത് ജില്ലയിലെ കളക്ടർ തന്നെയാണ്. വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ മാത്രം കളക്ടർ ഇടപെടരുത് എന്നാണ് ഇവർ പറയുന്നത്. അതെന്താണ് സാർ? കളക്ടറുടെ കീഴിലുള്ള റവന്യൂ വകുപ്പിൽ ഉൾപ്പെടുത്തി വഖഫ് ഭൂമിയും പൂർണ്ണമായും റീസർവേ ചെയ്ത് ബോധ്യപ്പെടുത്തേണ്ടതാണെന്ന് ഇവരുടെ കാലത്ത് തന്നെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്നത് വഖഫ് ട്രിബ്യൂണലിനെ ഞങ്ങൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞു എന്നാണ്. വഖഫ് ട്രിബ്യൂണലിനെ ബൈപ്പാസ് ചെയ്ത് മറ്റാർക്കും ഞങ്ങൾ അധികാരം കൊടുത്തു എന്നാണ്. അങ്ങനെയല്ല സാർ. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ 3 അംഗങ്ങളാണുള്ളത്. അവിടെ ഒരു ജുഡീഷ്യൽ അംഗത്തെയും ഒരു ടെക്നിക്കൽ അംഗത്തെയും കൂടി ഉൾപ്പെടുത്തി അത് 5 അംഗങ്ങളാക്കി മാറ്റുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. സാർ, പ്രതിപക്ഷത്തു നിന്ന് അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഈ രാജ്യത്തുള്ള എല്ലാ ട്രിബ്യൂണലിലും റിട്ടയർഡായിട്ടുള്ള ജഡ്ജിമാർ തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? 5 തവണ MP ആയതല്ലേ? സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുവിൻ്റെ മേൽ അനാവശ്യമായ ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്ന രീതിയിലുള്ള വ്യക്തിപരമായ പരാതികളുണ്ടല്ലോ, അത്തരം 12,792 പരാതികൾ വഖഫ് ബോർഡിൽ ഇപ്പോൾ നിലവിലുണ്ട് സാർ. അത്രയും കേസുകൾ പെൻഡിംഗ് ആണ്. അതുമാത്രമല്ല, വഖഫ് ബോർഡിൽ നിന്ന് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ പോകേണ്ടത് വഖഫ് ട്രിബ്യൂണലിലേക്കാണ്.
വഖഫ് ട്രിബ്യൂണലിലാകട്ടെ 19,700-ലധികം കേസുകൾ പെൻഡിംഗ് ആണ് സാർ. പരാതിക്കാരന് അവരുടെ ഭൂമി വിൽക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിയാത്ത വിധം ഈ രീതിയിൽ കേസുകൾ പെൻഡിംഗ് ആയതുകൊണ്ട് ഒരു പരിഹാരവുമില്ലാതെ കിടക്കുകയാണ് സാർ. പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ രാജ്യത്തെ സാധാരണക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് ഈ കേസുകളെല്ലാം ഇങ്ങനെ തന്നെ കിടക്കണമെന്നാണോ? അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഞങ്ങൾ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ടൈം ലൈൻ ഞങ്ങളുടെ സർക്കാരിനെ സംബന്ധിച്ചോളം വളരെ അത്യാവശ്യമാണ്. ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് നീതി ലഭിക്കണം. നീതി ലഭിച്ചാൽ മാത്രം പോരാ, കൃത്യമായ സമയത്ത് തന്നെ നീതി ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഞങ്ങൾ ഇത്തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫയലിംഗ് ചെയ്യുകയാണെങ്കിൽ അത് 90 ദിവസത്തിനുള്ളിൽ തന്നെ ഫയലിംഗ് ചെയ്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ ട്രൈബ്യൂണൽ ആ പരാതിക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കണം. നമ്മൾ പാർലമെൻറ്റിൽ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഭേദഗതി പാസാക്കി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ 19,000-ലധികം കേസ് ട്രൈബ്യൂണലിൽ പെൻഡിംഗ് കിടക്കുന്നതും വഖഫ് ബോർഡിൽ കിടക്കുന്ന 12,000-ലധികം കേസുകൾക്കും ഒരു പരിഹാരമുണ്ടാകും സാർ.